ദൈവത്തോട് പറ, ഇന്നും മരണഭീതിയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ രക്ഷപ്പെടുന്നില്ല, എന്റെ കുടുംബത്തിന് മേൽ ഇന്നും നിൽക്കുന്ന ശാപമുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ജനറേഷണൽ കഴ്സ്, പിതാക്കന്മാരുടെ പാപനിമിത്തം നിങ്ങളുടെ കുടുംബത്തിൽ ശാപം നിൽക്കുന്നുണ്ടെങ്കിൽ, മരണഭീതി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ രക്തം നിന്റെ വീണ്ടെടുപ്പിന്റെ രക്തമാണ്, നിന്റെ വിടുതലിന്റെ രക്തമാണ്, നിന്റെ സ്വസ്ഥതയുടെ രക്തമാണ്, നിന്റെ ഭയം മാറ്റുന്ന രക്തമാണ്. അവിടുത്തെ രക്തം മൂലം ഇന്ന് രാത്രി വീണ്ടെടുപ്പ്, അവിടുത്തെ രക്തം മൂലം നിത്യ ജീവൻ. കുഞ്ഞാടെ രക്ഷിക്കുന്നു നിന്നെ രക്ഷിക്കുന്നു. നിന്റെ വീണ്ടെടുപ്പ് രക്തം, ദൈവത്തിന്റെ രക്തം, സാക്ഷാൽ ദൈവമായവൻ. രക്തം മാത്രം പാപക്കടം തീർക്കുവാൻ യേശുവിനെ എനിക്ക് വേണം. എന്റെ ജീവിതം ഞാൻ അവനായി സമർപ്പിക്കുന്നു. എനിക്ക് സ്വസ്ഥത വേണം, എനിക്കൊരു സമാധാനം വേണം, എന്റെ കുടുംബത്തിനൊരു സ്വസ്ഥത വേണം, എന്റെ തലമുറയ്ക്കൊരു സ്വസ്ഥത വേണം. എത്രവർ ആഗ്രഹിക്കുന്നു? നിങ്ങളെ ഞാൻ മുന്നോട്ട് വിളിക്കുന്നില്ല. ഒന്ന് സമർപ്പിക്കുന്നവർ കരമുയർത്തു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്കൊരു സ്വസ്ഥത വേണം യേശുവേ, അങ്ങയെ കുറിച്ചൊരു വെളിപ്പാട് എനിക്ക് തരണം, ആ തിരിച്ചറിവ് എനിക്ക് തരണം. എന്നെ സമർപ്പിക്കുന്നതിന് മേൽ പറയൂ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ പാപത്തെ മോചിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ പുത്രൻ, ആ ദൈവത്തിന്റെ പുത്രനെ ഇതുവരെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത, ഇതുവരെ ആ കർത്താവിനോട് ഒരുമിച്ച് ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് പ്രവേശിക്കാത്ത ആരെങ്കിലും ഈ സുവിശേഷ സന്ദേശത്തിന് ചെവി കൊടുത്തെങ്കിൽ, ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട്, യേശുവേ എനിക്ക് അങ്ങേ ആവശ്യമാണ്, അങ്ങനെ തേടി വന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ പാപത്തിന് പരിഹാരം വരുത്തിയവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു, ഞാനൊരു പാപി എന്ന് സമ്മതിക്കുന്നു, എനിക്ക് അങ്ങേ ആവശ്യമാണ്. കണ്ണുനീരോടെ അങ്ങയുടെ പാപം, അങ്ങയുടെ രക്തം എന്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നതിനാൽ സ്തോത്രം.
ഇന്നു രാത്രി ഹിമം പോൽ ഏതു കടുത്ത പാപത്തെയും മാറ്റുവാൻ കഴിയുന്ന ആ പുണ്യാഹ രക്തം പുത്രന്റെ രക്തമായിരിക്കയാൽ, യേശു ക്രിസ്തുവിന്റെ രക്തമാകയാൽ, തന്റെ ഏകജാതന്റെ ക്രൂശ് മരണം നിമിത്തം എന്റെ പാപം പോക്കി. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ളവർ, ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപം മോചിപ്പിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ പുത്രന്മാർ പുത്രിമാർ എന്ന് വിളിക്കപ്പെടുവാൻ കൃപ ലഭിച്ചവർ, കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ 3 ദിവസത്തിന്റെ ആത്മീയ കൂട്ടായ്മ ഒരുമിച്ച് അവൻ ദൈവപാദപീഠത്തിലായിരുന്നു. നാം കേട്ട സന്ദേശമൊക്കെയും ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച്, ആയിരങ്ങൾ പതിനായിരങ്ങള് സുന്ദരനായിരിക്കുന്നവനെ കുറിച്ച്, വെണ്മയും ചുവപ്പുമുള്ളവനെ കുറിച്ച്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായ യേശു ക്രിസ്തുവിനെ ഓർത്ത് അവൻ ആ കർത്താവ് പാപം മോചിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവൻ, കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വേഗം വരുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. എല്ലാവർക്കും